ഹണി റോസ് ബിക്കിനി ഇട്ടോ ഇല്ലയോ? അയ്യോ, വിജയുടെ പടങ്ങൾ എനിക്ക് ചെറുപ്പം തൊട്ട്, ഈവൻ ഞാൻ തമിഴ് സിനിമകൾ കാണാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഈ വിജയ് എന്നുള്ള ഒരു ആക്ടർ ഉള്ളത് കൊണ്ടായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിജയിനെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ വിൽ സ്മിത്ത് പറയും. അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ച് കറുപ്പ് കളറുള്ള ആളുകളെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. സൗന്ദര്യം സൂക്ഷിക്കാൻ ഹണി റോസ് എന്ത് ചെയ്യും? ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തായിരുന്നു ഗോവയിൽ? ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഹണി റോസ് ആണ്. സോ ഹണിയാണോ ഇഷ്ടം, റോസ് ആണോ ഇഷ്ടം? അത് കൊള്ളാം, രണ്ടുപേരും ഇഷ്ടമാണ്. കാരണം തേനും റോസും ആർക്കും ഇഷ്ടമല്ലാത്തത്. റീസെന്റ് നമ്മളൊരു ന്യൂസ് കേട്ടു, പ്രത്യേകിച്ച് ഇന്ത്യ ഗിൽസ് ആയതുകൊണ്ട് നമുക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ല, വിജയ് ഫാൻ ആണ് ഹണി റോസ്. വിജയുടെ അത് റീസെന്റ്ലി ഒന്നുമല്ല, ഞാൻ വന്നപ്പോ പറയുന്നതാണ്, ഇപ്പോഴാണ് കേൾക്കുന്നത്. ഓക്കെ, അപ്പോ എന്താണ് വിജയിനെ ഇഷ്ടപ്പെടാൻ കാരണം? എനിക്കറിയില്ല, എനിക്ക് വിജയുടെ പടങ്ങൾ എനിക്ക് ചെറുപ്പം തൊട്ട്, ഈവൻ ഞാൻ തമിഴ് സിനിമകൾ കാണാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഈ വിജയ് എന്നുള്ള ഒരു ആക്ടർ ഉള്ളത് കൊണ്ടായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിജയനെ. അപ്പോൾ അതുകൊണ്ടാണ് തമിഴ് മൂവീസ് കാണാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് തമിഴ് ഭയങ്കര ഇഷ്ടമായി. അപ്പം വിജയിനെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ വിൽ സ്മിത്ത് പറയും. അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ച് കറുപ്പ് കളറുള്ള ആളുകളെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഞാൻ പറയാറുണ്ട് ഭയങ്കര ഗ്ലാമറാണെന്ന്. ഓക്കെ, സ്കിൻ ടോൺ കുറച്ച് ഡാർക്ക് ആയിട്ടിരിക്കുന്നവരൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇപ്പൊ ബാലു വർഗീസ് ആണ് നായകൻ. ഞാൻ ബാലുവിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ, അയ്യോ ബാലു ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ബാലു പറയുന്നത്, കാരണം ഞങ്ങൾ ഈ ഗോവയിലൊക്കെ ഷൂട്ട് ചെയ്തപ്പം ഭയങ്കര വെയിലായിരുന്നു, ഒരു രക്ഷയില്ല. അപ്പം ഒരു രണ്ട് മൂന്ന് ദിവസത്തെ സോങ് ഷൂട്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ചുമ്മാ വെയിലത്ത് ഇങ്ങനെ ഇറക്കി ഉണക്കാൻ, ഞാൻ പറയും ഉണക്കാനിട്ടേക്കെന്നാന്ന് തോന്നുന്നു. കാരണം അത്ര വെയിലായിരുന്നു. അപ്പം ബാലു പറയും, ബാലുവിന് ഭയങ്കര സങ്കടം, ബാലുവിന് കറുത്ത് പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കളർ എന്ത് നല്ല കളറാണ്, നിങ്ങൾക്കൊരു പ്രശ്നമില്ല എന്ന് പറയും. അപ്പം പുള്ളിക്കാരൻ പറയാം, പുള്ളിക്കാരൻ പറയുമ്പോൾ ഞാൻ പറയും, പുള്ളിയുടെ കളർ ഭയങ്കര രസമുള്ള കളറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കുറച്ച് കറുപ്പ് കളറുള്ള ആളുകൾ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാം. പുള്ളി വിശ്വസിക്കില്ല, പിന്നെ ചുമ്മാ നിങ്ങൾ നമ്പർ അടിക്കുകയാണെന്ന് പറയും. പക്ഷെ സത്യമാണ്, ഇവൻ എൻ്റെ ആക്ടേഴ്സിനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയ്, വിൽ സ്മിത്ത്, അപ്പോൾ അതുപോലെയുള്ള ആക്ടേഴ്സൊക്കെയാണ് എനിക്കിഷ്ടം. മേ ബി അറിയില്ല, പക്ഷെ കളർ എന്ന് വെച്ചാൽ എല്ലാ കളേഴ്സിനും അതിൻ്റെതായ ഒരു സൗന്ദര്യമുണ്ട്. സൗന്ദര്യം സൂക്ഷിക്കാൻ ഹണി റോസ് എന്ത് ചെയ്യും? ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ എന്ത് ഉള്ളിലേക്ക് കഴിക്കുന്നു അതാണ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നല്ല ഭക്ഷണം കഴിക്കുക, നിറയെ വെള്ളം കുടിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ അത്യാവശ്യം ഹാപ്പി ആയിട്ട് സമാധാനമായിട്ട് ഇരിക്കാൻ നോക്കുക, വലിയ പ്രശ്നങ്ങളിലൊന്നും പോയി ചാടാണ്ട്. ഹണി റോസ് ബിക്കിനി ഇട്ടോ ഇല്ലയോ? അയ്യോ, അല്ല അത് നമുക്ക് സിനിമ കാണാം. ഇതുവരെ ഞാൻ അങ്ങനെ പറഞ്ഞോണ്ടിരുന്നു. അപ്പൊ പിന്നെ ഈ അവസാന നിമിഷം കൊണ്ടുപോയി പറയുന്നത് ശരിയാണ്. എനിവേ, എനിക്ക് പറയാൻ പറ്റുന്നത്, എൻ്റെ ഒരു ഡ്രസ്സിങ് ആയാലും അല്ലെ മൊത്തത്തിലുള്ള ഒരു അപ്പിയറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ച് കാണാൻ പറ്റും. ഈവൻ എനിക്ക് തന്നെ ഇതിന്റെ സോങ്സ് ഒക്കെ കണ്ടിട്ട് അയ്യോ ഇത് ഞാനാണോ എന്നുള്ള ഒരു തോന്നൽ വന്നു. കാരണം അത്ര രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്, പിക്ചറൈസ് ചെയ്തിട്ടുണ്ട് ഓരോ സോങ്സും. ഞങ്ങളുടെ ഒരു ഗോവൻ സോങ് കൂടി റിലീസ് ചെയ്യാനുണ്ട്. അതിലാന്ന് തോന്നുന്നു എനിക്ക് എന്നെ കാണാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ സോങ് ആണ്. അപ്പൊ അതും കൂടി വരുമ്പോൾ നോക്കൂ. ചങ്സ് എന്ന മൂവി, ചങ്സ് എന്ന കുറെ പയ്യന്മാര്, അതിന്റെ ഇടയ്ക്കൊരു മെക്കറാണി. എങ്ങനെ ഉണ്ടായിരുന്നു ടോട്ടൽ എക്സ്പീരിയൻസ്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒത്തിരി സന്തോഷത്തിലാണ്. കാരണം എനിക്ക് ഇതേപോലെ ഒരു കഥാപാത്രം ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ ഇതുവരെയും ചെയ്ത കഥാപാത്രങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറേ മെച്യൂർഡ് ആയിട്ടുള്ള കഥാപാത്രം അല്ലെങ്കിൽ ബോൾഡായിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ ആയിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് അത് ചെയ്തത് എനിക്ക് തോന്നുന്നു ആസ് എൻ ആക്ടർ നമുക്ക് നമ്മുടെ ഒരു ആക്ടിങ് ലെവല് തിരിച്ചറിയാനുള്ള ഒരു എന്താ അളവുകോല് തന്നെ ആയിരുന്നു ആ കഥാപാത്രങ്ങൾ. സോ അത് ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷെ ഇങ്ങനൊരു ക്യാരക്ടർ കൂടി ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതെന്തോ ദൈവാനുഗ്രഹം കൊണ്ട് കറക്റ്റായിട്ട് ഈ ഒരു സമയത്ത് തന്നെ എത്തി. അപ്പം ഇതിൽ ഞാൻ ചെയ്തേക്കുന്നത് മെക്കറാണിയായിട്ടാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ അവരുടെ ക്ലാസ്സിൽ ഒരു പെൺകൊച്ചിന്റെ ഒരു സ്പർശനം പോലും ഇല്ലാണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കുറച്ച് ചെക്കന്മാരുടെ ഇടയിലേക്ക് വരുന്നൊരു പെൺകുട്ടിയാണ്. അപ്പോൾ അവിടെ എന്തൊക്കെയായിരിക്കും നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും. എല്ലാ അലമ്പന്മാരാണ്, ഒരു രക്ഷയില്ല. ഈ പെൺകൊച്ചിന്റെ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ അതിലും വലിയ അലമ്പത്തിയാണ്. കാരണം ബാംഗ്ലൂരിൽ നിന്ന് പുള്ളിക്കാരിനെ ഇങ്ങനെ ഉഴപ്പി നടന്ന് അവിടുന്ന് പുറത്താക്കി അവസാനം പേരൻസ് എങ്ങനെയെങ്കിലും ഒന്ന് നന്നായാൽ മതി എന്നുള്ള രീതിയിൽ കൊണ്ടുപോയി വിട്ടേക്കുന്നതാണ് നാട്ടില്.
ഗണപതിയുടെ ഏറ്റവും വലിയ വിഷമം ഗോവയിൽ കൊണ്ടുപോയില്ല എന്നുള്ളത്. എന്തായിരുന്നു ഗോവയിൽ? എന്തായിരുന്നു ഗോവയിൽ? അതുകൊണ്ട് തന്നെയാണ് പുള്ളിനെ കൊണ്ടാണ്ടിരുന്നത്. അല്ല, അത് സിനിമ കാണണം. കാരണം ഗോവൻ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് ഞങ്ങൾ ഭയങ്കര സീക്രട്ട് ആയിട്ട് വെച്ചേക്കുന്ന ഒരു സംഭവമാണ്. കാരണം അവിടെയാണ് ഏറ്റവും പടത്തിന്റെ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടും പിന്നെ പടം എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ളതൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് ഈ ഗോവയിലെ സീൻസ് ആണ്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ പോയി തന്നെ കാണുന്നതാണ് നല്ലത്. ശരിക്കും റാണി എന്നായിരുന്നു ലൊക്കേഷനിൽ? റാണി എന്നല്ല, എനിക്ക് എന്താ പറയാ, ഒരു ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷൻ ആയിരുന്നു ഞങ്ങളുടെ ചങ്സിൻ്റെത്. കാരണം ഓരോ ആളുമായിട്ട് നമുക്ക് അങ്ങനെ ഒരു ആത്മബന്ധം ഉണ്ടെന്ന് തന്നെ പറയാം. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. വേറെ ഒരു ജാടകളും ഇല്ലാതെ അല്ലെ ഒരു മസിൽ പിടുത്തം ഇല്ലാതെ നമുക്ക് കൂളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സെറ്റായിരുന്നു ചങ്സിൻ്റേത്. ഡയറക്ടർ തൊട്ടിട്ട് അതിൽ വർക്ക് ചെയ്യുന്ന ഏതൊരു ചെറിയ ജോലി ചെയ്യുന്ന വ്യക്തിയായാൽ പോലും നമുക്ക് അങ്ങനെ ഒരു നല്ലൊരു ബന്ധം ആ സിനിമയിൽ ഉണ്ടായിരുന്നു. ഇതിൽ ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ഒമർ സാറാണ്, ലൂയി ഒമർ സാറാണ്. അദ്ദേഹം ഹാപ്പി വെഡ്ഡിങ് പോലെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന സിനിമയാണ് ചങ്സ്. അതുകൊണ്ട് തന്നെ ഒമർ ഫൺ എന്നാണ് എപ്പോഴും ഇത് ടാഗ് ലൈൻ കൊടുക്കാറുള്ളത്. അതേപോലെ തന്നെ അത് തന്നെയാണ് ഈ സിനിമയിൽ നിന്ന്. ചിരിയാണ് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത്. ഒരു 2.25 മണിക്കൂർ തിയേറ്ററിൽ വരിക, ചിരിക്കുക, പോവുക എന്നുള്ളത് തന്നെയാണ് അത് ഭയങ്കര രസമായിട്ട് വർക്ക്ഔട്ടും ആയിട്ടുണ്ട് ഈ സിനിമയിൽ. ഓക്കെ, ഹണി റോസിന്റെ ഫാൻസിന്റെ അടുത്ത് ലാസ്റ്റ് അപ്പം എനിക്ക് പുറത്തുള്ള ചങ്സിനോട് പറയാനുള്ളത്, നമ്മുടെ പടം നല്ല രസമായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയാണ്. ഞങ്ങൾ ഷുവർ പറയാണ്, നിങ്ങൾക്ക് പോയി പൊട്ടിച്ചിരിക്കാൻ പറ്റുന്ന സിനിമ, തിയേറ്ററിൽ പോയിരുന്ന് ചിരിച്ച് എൻജോയ് ചെയ്ത് കണ്ട് ഇറങ്ങിപ്പോരാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ചങ്സ്. ചിരിയാണ് ഓഫർ ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കും. അപ്പം നിങ്ങൾ കുടുംബത്തോടൊപ്പം തന്നെ പോയി പടം കാണണം. അപ്പം പ്രാർത്ഥനകൾ ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു.